ഏഷ്യൻ കോടീശ്വരന്മാർ കപ്പൽ നിർമ്മാണത്തിലേക്ക് വരികയാണോ? മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു നിക്ഷേപമാണ് ഈ ചോദ്യത്തിന്റെ ചർച്ചയാകുന്നതിന്റെ പ്രധാന കാരണം. ഇന്ത്യൻ ബിസിനസ് മാഗ്നറ്റ് ഷിപ്പിംഗ് ബിസിനസ്സിലെ സാന്നിധ്യം വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നൗവാൻ ഷിപ്പ്യാർഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 10% അധിക ഓഹരികൾ സ്വന്തമാക്കിയിരിക്കുകയാണ് മുകേഷ് അംബാനിയുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 51.72 കോടി രൂപയ്ക്കാണ് റിലയൻസ് ഈ അധിക ഓഹരികൾ വാങ്ങിക്കൂട്ടിയത്. ഈ ഇടപാടിലൂടെ റിലയൻസ് അതിന്റെ ബിസിനസ് പോർട്ട്ഫോളിയോ കൂടുതൽ വൈവിധ്യമാക്കുകയും ശക്തമാക്കുകയും ചെയ്തു. ഏറ്റെടുപ്പ് വിവരങ്ങളിൽ റിലയൻസ് തന്നെയാണ് റെഗുലേറ്ററി അതോറിറ്റിക്ക് സമീപിച്ച് രേഖകളിൽ സ്വന്തമാക്കിയത്. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സമർപ്പിച്ച ഫയലിംഗ് ഇടപാട് പൂർത്തിയാക്കിയ കാര്യം റിലയൻസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ വളർച്ചാ സാധ്യതയിലുള്ള റിലയൻസിന്റെ ആത്മവിശ്വാസമാണ് നൗവാൻ ഷിപ്പ്യാർഡിലെ ഈ അധിക ഓഹരികൾ വാങ്ങാൻ പ്രേരിപ്പിച്ചതെന്നും റിലയൻസ് സെക്രട്ടറിയും കംപ്ലയൻസ് ഓഫീസറുമായ സാവിത്രി പരേഖ് വ്യക്തമാക്കി. പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ശ്രമങ്ങൾ റിലയൻസിനെ ആകർഷിച്ചിരിക്കുന്നുവെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആഗോള വിപണികളിൽ മികച്ച ഡിമാൻഡുകളുണ്ട്. അടുത്തിടെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ കമ്പനികൾക്ക് കപ്പലുകളും അന്തർവാഹിനികളും മറ്റും നിർമ്മിക്കുന്നതിന് വേണ്ടി ഓർഡറുകൾ ലഭിക്കുകയും ചെയ്തു. ഏറ്റെടുപ്പ് ഭാവിയിൽ മികച്ച നേട്ടം നൽകുമെന്ന് വിലയിരുത്തുകയാണ് റിലയൻസ് അധികൃതർ. കമ്പനിയിലെ ഓഹരി പങ്കാളിത്തം റിലയൻസ് വർദ്ധിപ്പിക്കാനും സാധ്യതകളുണ്ട്. നിക്ഷേപം നടത്തുന്ന പല കമ്പനികളെയും പിന്നീട് സ്വന്തമാക്കാനുള്ള ചരിത്രമാണ് റിലയൻസിനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കപ്പൽ നിർമ്മാണ കമ്പനി ഭാവിയിൽ ഒരുപക്ഷെ റിലയൻസിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു ഉപസ്ഥാപനമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഫോർബ്സ് ശതകോടീശ്വരന്മാരുടെ പട്ടിക പ്രകാരം കഴിഞ്ഞ വർഷം മുകേഷ് അംബാനിയെ സംബന്ധിച്ച് അത്ര മികച്ചതല്ലായിരുന്നു. ഒരു വർഷത്തിനിടെ അംബാനിയുടെ ആസ്തി $116 ബില്യൺ നിന്നും $92.5 ബില്യൺ ഇടിഞ്ഞു. അതേസമയം ഇന്ത്യയിലും ഏഷ്യയിലും അതിസമ്പന്നനായി അംബാനി തുടരുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ലോകത്ത് 3028 ശതകോടീശ്വരന്മാരുണ്ടെന്നും പട്ടിക വ്യക്തമാക്കി. ഇത് മുൻ വർഷത്തേക്കാൾ 247 പേർ കൂടുതലാണ്. ഈ ശതകോടീശ്വരന്മാരുടെ മൊത്തം സമ്പത്ത് $16.1 ട്രില്യൺ വരും.